ശിവാനന്ദ ലഹരിയിലെ 9-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 8 ശ്ലോകങ്ങൾ പഠിച്ചു. 4-ാമത്തെ ശ്ലോകത്തിൽ മലയാള ഭാഷാ വിഭക്തി പ്രത്യയങ്ങളെപ്പറ്റി വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. 5-ാമത്തെ ശ്ലോകത്തിൻ്റെ തുടക്കത്തിൽ മലയാള ഭാഷാ വിഭക്തി പ്രത്യയങ്ങൾക്കും സംസ്കൃത ഭാഷാ വിഭക്തി പ്രത്യയങ്ങൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിനെപ്പറ്റി പഠിക്കുകയും ഒരു താരതമ്യ പഠനം നടത്തിയിട്ട് ബാല എന്ന അകാരാന്ത പുല്ലിംഗ ശബ്ദത്തിൻ്റെ സുബന്ധരൂപങ്ങൾ പഠിക്കുകയും ചെയ്തു. അതിനുശേഷം ഉള്ള 3 ശ്ലോകങ്ങളിലായി കവി എന്ന ഇകാരാന്ത പുല്ലിംഗ ശബ്ദത്തിൻ്റെയും ഗുരു എന്ന ഉകാരാന്ത പുല്ലിംഗ ശബ്ദത്തിൻ്റെയും പിതൃ എന്ന ഋകാരാന്ത പുല്ലിംഗ ശബ്ദത്തിൻ്റെയും സുബന്ധരൂപങ്ങൾ നമ്മൾ പഠിച്ചു. ആ വീഡിയോകൾ കാണാത്തവർ തീർച്ചയായും അത് കാണുക. ഈ ശ്ലോകങ്ങൾ ശിവാനന്ദ ലഹരിയിൽ 100 ശ്ലോകങ്ങളാണുള്ളത്. ഈ ഓരോ ശ്ലോകത്തിൻ്റെ തുടക്കത്തിലും നമ്മൾ ഒരു ശബ്ദത്തിൻ്റെ അഥവാ പ്രാതിപതികത്തിൻ്റെ സുബന്ധരൂപങ്ങൾ പഠിച്ചു പോകുന്നു. കാരണം ഈ ശ്ലോകങ്ങളിലൊക്കെയും ധാരാളം നാമപദങ്ങൾ ഉണ്ട്. ക്രിയാപദങ്ങൾ വളരെ കുറവാണ് ശിവാനന്ദ ലഹരിയിലെ ശ്ലോകങ്ങളിൽ. അതുകൊണ്ട് തന്നെ ശബ്ദ അലങ്കാരത്താൽ സമൃദ്ധമാണ് ഈ ശ്ലോകങ്ങളെല്ലാം. അതിനാൽ ശ്ലോകത്തിൻ്റെ അർത്ഥം പഠിക്കുക എന്നതിനോടൊപ്പം തന്നെ കുറച്ച് വ്യാകരണവും അതേപോലൊക്കെ ശ്ലോകത്തിൻ്റെ കാവ്യഭംഗിയും ആസ്വദിച്ചു പോവുക എന്നുള്ളതാണ് ഈ വീഡിയോകളിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വന്ദന ശ്ലോകത്തോടെ തുടങ്ങാം. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. മലയാള ഭാഷാ വിഭക്തി പ്രത്യയങ്ങളുടെ കാരിക ഞാൻ വായിക്കാം. ഇതിനോടകം കുറേ പേരെങ്കിലും ഇത് ഹൃദിസ്ഥമാക്കിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ ക്ഷമിക്കുക, ഹൃദിസ്ഥമാക്കാത്തവർ കേൾക്കുക. അതെന്നു പ്രഥമയ്ക്കർത്ഥം ദ്വിതീയയ്ക്കതിനെ പുനഃ ചൊല്ലേണം അതിനോടെന്നും ദ്വിതീയയ്ക്കർത്ഥമായി വരും തൃതീയ ഹേതുവായിക്കൊണ്ടാലോടോടെ ഇതി ക്രമാത് ആയിക്കൊണ്ട് ചതുർത്ഥീച സർവത്ര പരികീർത്തിത. അതിങ്കൽ നിന്നും അതിനേക്കാൾ ഹേതുവായിട്ടു പഞ്ചമി ഇക്കുമിന്നുമുടെ ഷഷ്ടിക്കതിൻ്റെ വച്ചും എന്നപി അതിങ്കൽ അതിൽ വച്ചെന്നും വിഷയം സപ്തമീ മത. മലയാള ഭാഷാ വിഭക്തി പ്രത്യയങ്ങൾക്ക് സമാനമായി സംസ്കൃത ഭാഷാ വിഭക്തി പ്രത്യയങ്ങളാണ് മുകളിൽ നീല നിറത്തിൽ എഴുതിയിരിക്കുന്നത്. സംസ്കൃത ഭാഷയിൽ ഏകവചനം, ദ്വിവചനം, ബഹുവചനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഭക്തി പ്രത്യയങ്ങൾ 3 നമ്മൾ എടുക്കേണ്ടതാകുന്നു. ആദ്യത്തേത് 3 പ്രഥമ വിഭക്തി പ്രത്യയങ്ങൾ, അടുത്തത് ദ്വിതീയ, അങ്ങനെ അവസാനത്തേത് സപ്തമി വിഭക്തി പ്രത്യയങ്ങൾ. ഈ പ്രത്യയങ്ങൾ തുടങ്ങുന്നത് സു, അവസാനിക്കുന്നത് പ്. അതിനാൽ ഇതിനെ സുപ്പ് പ്രത്യയങ്ങൾ എന്നറിയപ്പെടുന്നു. ഈ സുപ്പ് പ്രത്യയങ്ങൾ ഒരു മൂലശബ്ദം, ആ മൂലശബ്ദത്തിന് സംസ്കൃതത്തിൽ പ്രാതിപദികം എന്ന് പറയുന്നു. പ്രാതിപദികം അധികം സുപ്പ് പ്രത്യയം നമ്മൾക്ക് സുബന്ധ പദങ്ങൾ കിട്ടുന്നു. മലയാളത്തിൽ നമ്മൾ സുബന്ധം, സുബന്ധങ്ങൾ എന്ന് പറയുന്നു. സംസ്കൃതത്തിൽ സുബന്ധം, സുബന്ധാനി, ബഹുവചനം സുബന്ധാനി. സുപ്പ് അന്തമായി വരുന്ന പദങ്ങൾ ആണ് സുബന്ധങ്ങൾ. ഇതെല്ലാം പദങ്ങളാണ്. പദങ്ങളാണ് മാത്രമേ നമ്മൾക്കൊരു വാക്യത്തിൽ ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. മൂലശബ്ദം അഥവാ പ്രാതിപദികം ഒരു വാക്യത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. 8-ാമത്തെ ശ്ലോകത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഋകാരാന്ത പുല്ലിംഗ പിതൃ ശബ്ദത്തിൻ്റെ സുബന്ധരൂപങ്ങൾ പഠിച്ചു. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഋകാരാന്ത പുല്ലിംഗ സവിതൃ എന്ന ശബ്ദത്തിൻ്റെ സുബന്ധരൂപങ്ങളാണ്. സവിതൃ എന്നത് സൂര്യഭഗവാന്റെ പേരാണ്. ഞാൻ വായിക്കാം. സവിത, സവിതാരൗ, സവിതാരഃ, സവിതാരം, സവിതാരൗ, സവിതൃൻ, സവിത്ര, സവിതൃഭ്യാം, സവിതൃഭിഃ, സവിത്രേ, സവിതൃഭ്യാം, സവിതൃഭ്യഃ, സവിതുഃ, സവിതൃഭ്യാം, സവിതൃഭ്യഃ, സവിതുഃ, സവിത്രോഃ, സവിതॄണാം, സവിതരി, സവിത്രോഃ, സവിതൃഷു,
ഹേ സവിതഃ, ഹേ സവിതാരൗ, ഹേ സവിതാരഃ. ഇതും ഋകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. എങ്ങനെയാണ് ഈ സവിതൃ എന്ന് പറയുന്ന ശബ്ദം കിട്ടുന്നത്? സ എന്ന വ്യഞ്ജനവർണവും ആ എന്ന സ്വരവർണവും വ് എന്ന വ്യഞ്ജനവർണവും ഇ എന്ന സ്വരവർണവും ത് എന്ന വ്യഞ്ജനവർണവും ഋ എന്ന സ്വരവർണവും കൂടെ ചേരുമ്പോഴാണ് സവിതൃ എന്ന ശബ്ദം കിട്ടുന്നത്. ഋകാരാന്തത്തിൽ അവസാനിക്കുന്നു. അതിനാൽ ഇതിനെ ഋകാരാന്ത പുല്ലിംഗ ശബ്ദം എന്ന് പറയുന്നു. പിതൃ എന്ന ശബ്ദത്തിനും സവിതൃ എന്ന ശബ്ദത്തിൻ്റെയും ഈ സുബന്ധങ്ങൾക്ക് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് പിതാ, പിതരൗ, പിതരഹ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് സവിത, സവിതാരൗ, സവിതാരഹ. അങ്ങനെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും സവിതൃ എന്നത് ഒരു മുഖ്യമായിട്ടുള്ള ഒരു ശബ്ദമാണ്. അതിനാൽ ഇത് എടുത്തിരിക്കുന്നു. ഇതേ രൂപത്തിലുള്ള സുബന്ധങ്ങൾ കിട്ടുന്ന ശബ്ദങ്ങളാണ് നേതൃ, ധാതൃ, കർത്തൃ. ഇതെല്ലാം നേതൃ നമ്മൾ നേതാവ് എന്ന് പറയും. യഥാർത്ഥത്തിൽ നേതാരൗ, നേതാരഹ. സംസ്കൃതത്തിൽ പറയുമ്പോഴത് നേതാ, നേതാരൗ, നേതാരഹ, നേതാരം, നേതാരൗ, നേതൃൻ. ഇവിടെ ദീർഘമുണ്ട്, നേതൃൻ. അതേപോലൊക്കെ ഷഷ്ടി ബഹുവചനം സവിതൃണാം, ഇവിടെ ഒരു ദീർഘമുണ്ട്, തൃ, നേതൃണാം, അങ്ങനെ വരും. അതേപോലൊക്കെ ധാതൃ, ദാത, ദാതാരൗ, ദാതാരഹ. മലയാളത്തിൽ നമ്മൾ ദാതാവ് എന്ന് പറയും. ദ്വിവചനം മലയാളത്തിലില്ലല്ലോ. ദാതാക്കൾ ബഹുവചനമാണെങ്കിൽ നമ്മൾ ദാതാക്കൾ. പിതാവ് അതേപോലെ പിതാവ് നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ. അതാണ് വ്യത്യാസം. ശ്ലോകം. ഗഭീരേ കാസാരേ വിശതി വിജനേ ഘോരവിപിനേ വിശാലേ ശൈലേ ച ഭ്രമതി കുസുമാർദ്ധം ജഡമതിഃ സമർപ്യൈകं ചേതഃ സരസിജമുമാനാഥ ഭവതേ സുഖേനാവസ്ഥാതും ജന ഇഹ ന ജാനാതി കിമഹോ. പദച്ഛേദഃ. ഗഭീരേ കാസാരേ വിശതി വിജനേ ഘോര വിപിനേ വിശാലേ ശൈലേ ച ഭ്രമതി കുസുമാർദ്ധം ജഡമതിഃ സമർപ്യ ഏകം ചേതഃ സരസിജം ഉമാനാഥ ഭവതേ സുഖേന അവസ്ഥാതും ജനഃ ഇഹ ന ജാനാതി കിം അഹോ. വാക്യവിശ്ലേഷണം. ക്രിയാപദങ്ങൾ വിശതി, ഭ്രമതി, ജാനാതി. സുബന്ധങ്ങൾ സംബോധന ഹേ ഉമാനാഥ. ആദ്യത്തെ പദം ഗഭീരേ, അകാരാന്ത ത്രിലിംഗ ഗഭീര സപ്തമി ഏകവചനം. ഈ ഗഭീര എന്ന് പറയുന്നത് ഒരു വിശേഷണമാണ്. അതുകൊണ്ട് തന്നെ അത് 3 ലിംഗത്തിലും ഉപയോഗിക്കുവാൻ സാധിക്കും. കാസാരേ, അകാരാന്ത പുല്ലിംഗ കാസാര സപ്തമി ഏകവചനം. വിജനേ, അത് അകാരാന്ത ത്രിലിംഗ വിജന സപ്തമി ഏകവചനം. വിജന എന്നതും ഒരു വിശേഷണമാണ്. അതുകൊണ്ട് ത്രിലിംഗത്തിലും ഉപയോഗിക്കാം. ഘോര വിപിനെ, അകാരാന്ത നപുംസകലിംഗ വിപിന സപ്തമി ഏകവചനം, ഒരു സമസ്ത പദമാണ്. വിശാലേ, അതും ഒരു വിശേഷണമാണ്. അതുകൊണ്ട് തന്നെ 3 ലിംഗത്തിലും ഉപയോഗിക്കാം. അകാരാന്ത ത്രിലിംഗ സപ്തമി ഏകവചനം. ശൈലേ, അകാരാന്ത പുല്ലിംഗ ശൈല സപ്തമി ഏകവചനം. ജഡമതിഹി, ഇകാരാന്ത സ്ത്രീലിംഗ അഥവാ പുല്ലിംഗ മതി ശബ്ദത്തിൻ്റെ പ്രഥമ ഏകവചനം. ഏകം, അകാരാന്ത ത്രിലിംഗ ഏക ശബ്ദത്തിൻ്റെ ദ്വിതീയ ഏകവചനം. ഇതും ഒരു വിശേഷണ ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ 3 ലിംഗത്തിലും ഉപയോഗിക്കുവാൻ സാധിക്കും. ചേതഃ, സകാരാന്ത നപുംസകലിംഗ ചേതസ് ശബ്ദത്തിൻ്റെ ദ്വിതീയ ഏകവചനം. സരസിജം, അകാരാന്ത നപുംസകലിംഗ സരസിജ ദ്വിതീയ ഏകവചനം. ഭവതേ, തകാരാന്ത
പുല്ലിംഗ ഭവത് ശബ്ദത്തിൻ്റെ ചതുർത്ഥി ഏകവചനം. സുഖേന അകാരാന്ത നപുംസകലിംഗ സുഖ ശബ്ദത്തിൻ്റെ തൃതീയ ഏകവചനം. ജനഃ അകാരാന്ത പുല്ലിംഗ ജന ശബ്ദത്തിൻ്റെ പ്രഥമ ഏകവചനം. അവ്യയങ്ങൾ ച കുസുമാർത്ഥം സമർപ്യ ഇഹ ന കിം അവസ്ഥാതു അഹോ. പ്രതിപദ അർത്ഥങ്ങൾ. ഓരോ പദത്തിൻ്റെയും അർത്ഥം നോക്കിയിട്ട് നമ്മൾ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് ആ ക്രിയാപദത്തിനോട് യോജിപ്പിക്കുന്നു. ഇങ്ങനെ ഈ യോജിപ്പിക്കുന്ന രീതിക്ക് ആകാംക്ഷാക്രമം എന്നാണ് പറയുക. ഇതെങ്ങനെയാണ് ഈ ആകാംക്ഷ എന്നുള്ള പേര് വന്നത് എന്ന് ചോദിച്ചാൽ, മലയാളത്തിൽ ആകാംക്ഷ എന്ന വാക്കിനൊരർത്ഥമുണ്ടല്ലോ, ഏകദേശം അതുപോലൊക്കെ തന്നെ. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ ചോദ്യം ചോദിക്കുന്നത് ആ ശ്ലോകത്തിലെ ഒരു പദത്തിനോടാണ്. ആ പദത്തിനോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരമായി വേറൊരു പദം നമ്മൾക്ക് ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ രണ്ട് പദങ്ങൾക്കിടയിൽ ഒരു ആകാംക്ഷ ഉണ്ട്. ഇല്ലെങ്കിൽ ചോദ്യം ചോദിക്കാനും സാധിക്കില്ല, ഉത്തരവും ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഞാനൊരു വാചകം പറയുന്നു. ദശരഥൻ്റെ പുത്രൻ വനത്തിലേക്ക് പോയി. ഇവിടെ പോയി എന്നത് ക്രിയാപദം, ബാക്കിയുള്ളത് മൂന്നും നാമപദങ്ങളാണ്. ദശരഥൻ്റെ എന്നത് ഷഷ്ടി വിഭക്തിയിലുള്ള പദമാണ്. ഇക്കുമിന്നുമുടെ ഷഷ്ടിക്കതിൻ്റെ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പുത്രൻ എന്നത് പ്രഥമ വിഭക്തിയിലുള്ളൊരു പദമാണ്. വനത്തിലേക്ക് അത് ദ്വിതീയ വിഭക്തിയിലുള്ള പദമാണ്. അതിനെ, അതിനോട്, അതിലേക്ക് അതെല്ലാം ദ്വിതീയ വിഭക്തിയിലാണ്. അപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു, ആരുടെ പുത്രൻ? ദശരഥൻ്റെ പുത്രൻ. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ അതിനൊരു ഉത്തരമുണ്ട്. അങ്ങനെയെങ്കിൽ ദശരഥൻ്റെ എന്ന പദത്തിനും പുത്രൻ എന്ന പദത്തിനും ഇടയിൽ ഒരു ആകാംക്ഷ ഉണ്ട്. അതുകൊണ്ടാണ് ചോദ്യം ചോദിക്കാൻ സാധിക്കുന്നതും അതിന് ഉത്തരം ലഭിക്കുന്നതും. അടുത്ത ഒരു ചോദ്യം ചോദിക്കാം. പുത്രൻ എവിടേക്ക് പോയി? വനത്തിലേക്ക് പോയി. അപ്പോൾ പുത്രൻ എന്ന ശബ്ദത്തിനും വനത്തിലേക്ക് എന്ന ശബ്ദത്തിനും ഇടയിൽ ഒരു ആകാംക്ഷ ഉണ്ട്. ഇനിയും ഈ ദശരഥൻ്റെ എന്ന പദത്തിനെയും വനത്തിലേക്ക് എന്ന പദത്തിനെയും തമ്മിൽ യോജിപ്പിക്കാൻ സാധിക്കുമോ? ഇല്ല. നമുക്ക് ചോദ്യം ചോദിക്കാനും പറ്റില്ല, ഉത്തരവും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ആകാംക്ഷ ഇല്ലെന്നർത്ഥം. അപ്പോൾ ചോദ്യം ചോദിക്കണമെങ്കിൽ രണ്ട് പദങ്ങൾക്കിടയിൽ ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കണം. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ അറിയുക? അതിനാണ് ഈ ഓരോ പദങ്ങളും ഏത് വിഭക്തിയിലുള്ളതാണെന്നാണ് നമ്മൾ ആദ്യമേ വാക്യവിശ്ലേഷണം ചെയ്ത് കണ്ടുപിടിച്ചവിടെ വെക്കുന്നത്. ആ ഒരു പദം ഏത് വിഭക്തിയിലാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. ദശരഥൻ്റെ എന്നത് ഷഷ്ടി വിഭക്തിയിലുള്ള ഒരു പദമാണെന്ന് നമ്മൾക്കറിയാവുന്നത് കൊണ്ടാണ് ആരുടെ എന്ന് ചോദിച്ചത്. അതേപോലൊക്കെ വനത്തിലേക്ക് എന്നത് ദ്വിതീയ വിഭക്തിയിലുള്ള ഒരു പദമാണെന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ എവിടേക്ക് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഈ സംസ്കൃത ശ്ലോകത്തിൻ്റെ വാക്യവിശ്ലേഷണത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഓരോ പദവും എടുത്തിട്ട് അത് ഏത് ലിംഗത്തിലുള്ളതാണ്, ഏത് വചനത്തിലുള്ളതാണ്, ഏത് വിഭക്തിയിലുള്ളതാണെന്ന് കണ്ടുപിടിച്ച് വെച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് അതിനെ യോജിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ഹേ ഉമാനാഥ, അതാണ് സംബോധന. ആദ്യത്തെ ക്രിയാപദം എടുക്കാം. വിശതി, പ്രവേശിക്കുന്നു. ഇവിടെ ഞാൻ കുറച്ച് പുതിയ സംസ്കൃത പദങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആര് പ്രവേശിക്കുന്നു? ജഡമതിഹി, ജഡബുദ്ധിയായ മനുഷ്യൻ അഥവാ അജ്ഞാനി. ഇവിടെ ആര് എന്നതിന് സംസ്കൃതത്തിൽ ചോദിക്കുക കഹ എന്നാണ്. ഇതെല്ലാം തന്നെ മലയാള ഭാഷയിലെ സാഹിത്യങ്ങളിലെല്ലാം ഈ പദങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. സംസാര ഭാഷയിൽ അധികം ഇല്ല. അടുത്ത ചോദ്യം, എവിടെ പ്രവേശിക്കുന്നു? കാസാരെ, കുളത്തിൽ അഥവാ കയത്തിൽ. എവിടെ എന്നതിന് സംസ്കൃതത്തിൽ ചോദിക്കുക കുത്ര എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കസ്മിൻ എന്ന് ചോദിക്കാം. എങ്ങനെയുള്ള കുളത്തിൽ? ഗഭീരെ, ആഴത്തിലുള്ള കുളത്തിൽ. അതിന് സംസ്കൃതത്തിൽ ചോദിക്കുക കീദൃശേ. ഇതൊക്കെ സാഹിത്യത്തിലുള്ളതാണ്. കീദൃശേ, താദൃശേ എന്നൊക്കെ നമ്മൾ സാഹിത്യമൊക്കെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന പദങ്ങളാണ്. എന്തിനു വേണ്ടി? കുസുമാർത്ഥം, പൂജാപുഷ്പങ്ങൾക്കായി. കിമർത്ഥം, എന്തിനു വേണ്ടെന്ന് വെച്ചാൽ കിമർത്ഥം.
അപ്പോൾ ഇനി താഴേന്ന് മുകളിലോട്ട് വായിക്കാം. പൂജാപുഷ്പങ്ങൾക്കായി ആഴത്തിലുള്ള കുളത്തിൽ അഥവാ കയത്തിൽ ജഡബുദ്ധിയായ മനുഷ്യൻ അഥവാ അജ്ഞാനി പ്രവേശിക്കുന്നു. അടുത്ത ക്രിയാപദം എടുക്കാം. ഭ്രമതി, ചുറ്റിത്തിരിയുന്നു. എവിടെ? ഘോരവിപിനെ, കൊടുങ്കാട്ടിൽ. ഇവിടെ എവിടെ? കുത്ര അല്ലെങ്കിൽ കസ്മിൻ. എങ്ങനെയുള്ള ഘോരവിപിനെ? കീദൃശേ, വിജനെ, വിജനമായ. അടുത്തത് എവിടെ? കുത്ര കസ്മിൻ, എവിടെ ചുറ്റിത്തിരിയുന്നു എന്നാണ് ചോദിക്കുന്നത്. ശൈലേച്ച, പർവ്വതത്തിലും. ഈ ച അവിടെ വരുന്നത് കൊണ്ടാണ് നമ്മൾ കൊടുങ്കാട്ടിലും വിജനമായ കൊടുങ്കാട്ടിലും പർവ്വതത്തിലും എന്ന് പറയുന്നത്. എങ്ങനെയുള്ള പർവ്വതത്തിൽ? വിശാലേ, വിശാലമായ. അപ്പോൾ താഴേന്ന് മുകളിലേക്ക് വായിക്കാം. വിശാലമായ പർവ്വതത്തിലും വിജനമായ കൊടുങ്കാട്ടിലും ജഡബുദ്ധിയായ മനുഷ്യൻ ചുറ്റിത്തിരിയുന്നു. അടുത്ത ക്രിയാപദം ജാനാതി. ഇവിടെ കിം ന ഇത് രണ്ടും അവ്യയങ്ങളാണ്. ആ ക്രിയാപദത്തിനോട് നമ്മൾ ചേർത്ത് വച്ചിട്ട് എന്തുകൊണ്ട് അറിയുന്നില്ല. ആരറിയുന്നില്ല? ജനഹ, ജനങ്ങൾ. ആര് എന്നുള്ള കഹ എന്ന് ചോദിക്കാം. എന്തു ചെയ്യുവാൻ അറിയുന്നില്ല? ഇഹ അവസ്ഥാതും, ഇവിടെ ഇരിക്കുന്നതിന്. സംസ്കൃതത്തിലാണെങ്കിൽ കിം കർത്തും എന്ന് ചോദിക്കും. എന്താൽ അവസ്ഥാതും? സുഖേന, സുഖമായി, സ്വസ്ഥമായി. സംസ്കൃതത്തിൽ കീദൃശേന. എന്ത് ചെയ്തിട്ട്? കിം കൃത്വ അവസ്ഥാതും, സമർപ്യ, സമർപ്പിച്ചിട്ട്. ഏതിനെ സമർപ്പിച്ചിട്ട്? ഏകം ചേതഃ സരസിജം, മനസ്സാകുന്ന ഒരേ ഒരു താമരപ്പൂവിനെ സമർപ്പിച്ചിട്ട്. സംസ്കൃതത്തിലാണെങ്കിൽ കിം സമർപ്യ എന്ന് ചോദിക്കാം. ആർക്കു വേണ്ടി? ഭവതേ, അങ്ങയ്ക്ക് വേണ്ടി. കസ്മൈ എന്ന് ചോദിക്കാം. ഇനി താഴേന്ന് മുകളിലേക്ക് വായിക്കാം. അങ്ങയ്ക്ക് വേണ്ടി മനസ്സാകുന്ന ഒരേ ഒരു താമരപ്പൂവിനെ സമർപ്പിച്ചിട്ട് സ്വസ്ഥമായി ഇവിടെ ഇരിക്കുന്നതിന് ജനങ്ങൾ എന്തുകൊണ്ട് അറിയുന്നില്ല? അതിനു പകരം ജനങ്ങൾ എന്താ ചെയ്യുന്നത്? പൂജാപുഷ്പങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭഗവാനെ പൂജിക്കാനുള്ള പുഷ്പങ്ങൾക്ക് വേണ്ടിയിട്ട് ആഴമുള്ള കയത്തിലും വിജനമായിട്ടുള്ള കൊടുങ്കാട്ടിലും വിശാലമായ പർവ്വതത്തിലുമെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അഹോ, വല്ലാത്ത ആശ്ചര്യം തന്നെ എന്ന് ശങ്കരാചാര്യർ പറയുന്നു. അന്വയം. 3 ക്രിയാപദങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് 3 വാചകങ്ങൾ കിട്ടും. ഹേ ഉമാനാഥ, കുസുമാർത്ഥം ഗഭീരേ കാസാരേ ജഡമതിഹി വിശതി. വിശാലേ ശൈലേ വിജനേ ഘോരവിപിനേ ച ഭ്രമതി. ഭവതേ ഏകം ചേതഃ സരസിജം സമർപ്യ സുഖേന ഇഹ അവസ്ഥാതും ജനഃ കിം ന ജാനാതി. അഹോ. മലയാളത്തിലെ അർത്ഥം. അല്ലയോ പാർവതീനാഥനായ ഭഗവാനെ, ജഡബുദ്ധിയായ അജ്ഞാനിയായ മനുഷ്യൻ പൂജാപുഷ്പങ്ങൾക്കു വേണ്ടി ആഴമേറിയ തടാകത്തിലും അഥവാ കയത്തിൽ ചെന്നിറങ്ങുന്നു. ജനവാസമില്ലാത്ത കൊടുങ്കാട്ടിലും വിശാലമായ പർവ്വതങ്ങളിലും ചുറ്റിത്തിരിയുന്നു. എന്നാൽ തൻ്റെ മനസ്സാകുന്ന ഒരേ ഒരു താമരപ്പൂവിനെ അങ്ങയ്ക്കായി സമർപ്പിച്ചിട്ട് ഈ ലോകത്തിൽ സുഖമായി സ്വസ്ഥമായി ഇരിക്കുവാൻ ഇവൻ അറിയുന്നില്ലല്ലോ. വല്ലാത്ത ആശ്ചര്യം തന്നെ. ശങ്കരാചാര്യർ ഈ ശ്ലോകത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് സുഖേന അവസ്ഥാനം. ഇത് യോഗസൂത്രമാണ്. പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിലെ 2ാമത്തെ സൂത്രമാണ് യോഗശ്ചിത്തവൃത്തി നിരോധഃ. യോഗഃ ചിത്തവൃത്തി നിരോധഃ. ചിത്തവൃത്തികളെ നിരോധിക്കലാണ് യോഗം. ചിത്തവൃത്തികൾ ഉദിക്കുവാൻ കാരണം അവിദ്യയാണ്. സ്വരൂപത്തിലാണ് സുഖം എന്നറിഞ്ഞ് സ്വരൂപത്തിൽ ചിത്തത്തിനെ അർപ്പിക്കലാണ് യോഗം എന്ന് പറയുന്നത്. ആത്മസംസ്ഥം മനഃകൃത്വ ന കിഞ്ചിദപി ചിന്തയേത് എന്ന് ഈ യോഗസൂത്രത്തിൻ്റെ സാരം ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിത്തവൃത്തികളെ നിരോധിക്കലാണ് യോഗാവസ്ഥ.
ആ യോഗാവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിലെ 3-ാമത്തെ സൂത്രം പറയുന്നു. തഥാ ദ്രഷ്ടുഹു സ്വരൂപേവസ്ഥാനം. തഥാ ആ യോഗാവസ്ഥയിൽ അഥവാ ചിത്തവൃത്തികളെ നിരോധിച്ചിരിക്കുന്ന ആ അവസ്ഥയിൽ ദ്രഷ്ടുഹു ദ്രഷ്ടാവ് സ്വരൂപത്തിൽ അവസ്ഥാനം ചെയ്യും. എന്ന് വെച്ചാൽ ആ യോഗാവസ്ഥയിൽ ദ്രഷ്ടാവ് സ്വരൂപത്തിൽ സ്വസ്ഥനായിരിക്കും. ഇതിൻ്റെ അർത്ഥം എന്തുവാണെന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാം ഉള്ളിൽ നമ്മളുടെ എല്ലാ പ്രവൃത്തികളെയും എപ്പോഴും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദ്രഷ്ടാവുണ്ട്. നമ്മുടെ ശാരീരികമായ പ്രവൃത്തികളെയും മാനസികമായ ചിന്തകളെയും ആ ദ്രഷ്ടാവ് എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ നിശ്ചലമാക്കി വെച്ച് മനസ്സിൻ്റെ പ്രവൃത്തികളെയും ചിന്തകളെയും നിശ്ചലമാക്കി വെച്ച് കഴിയുമ്പോൾ ആ ദ്രഷ്ടാവും സ്വസ്ഥമായി ഇരിക്കും. ആ അവസ്ഥയ്ക്കാണ് അവസ്ഥാനം എന്ന് പറയുന്നത്. ആ അവസ്ഥയെ അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തി ശിവജ്ഞാനം നേടിയിരിക്കുന്നു അഥവാ ആത്മജ്ഞാനം നേടിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ശങ്കരാചാര്യർ ചോദിക്കുകയാണ്, ഇവിടെ തന്നെ സ്വസ്ഥമായി ഇരുന്ന് ഈ മനസ്സിൻ്റെ വൃത്തികളെയെല്ലാം അടക്കി നിശ്ചലമായിരുന്ന് മനസ്സാകുന്ന ആ ഒരു താമരപ്പൂവിനെ ഭഗവാനിൽ അർപ്പിച്ച് നമ്മുടെ ഉള്ളിലുള്ള ദ്രഷ്ടാവ് നിശ്ചലമായിരിക്കുന്ന അവസ്ഥയിൽ പരമമായ ജ്ഞാനം, ശിവജ്ഞാനം, അതിനു മുകളിലൊരു ജ്ഞാനമില്ല, അത്രയും മഹത്തായ ജ്ഞാനം നമ്മൾക്ക് നേടുവാൻ സാധിക്കും എന്നിരിക്കെ എന്തിനാണ് അജ്ഞാനിയായിട്ടുള്ള മനുഷ്യൻ ഭഗവാനെ പൂജിക്കാനുള്ള പുഷ്പങ്ങൾക്ക് വേണ്ടിയിട്ട് അഗാധമായ ഭയത്തിലും വിജനമായ കൊടുങ്കാട്ടിലും വിശാലമായ പർവ്വതങ്ങളിലും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? അഹോ, ആശ്ചര്യം തന്നെ, ഈ മനുഷ്യൻ്റെ അജ്ഞാനം ആശ്ചര്യം തന്നെ എന്ന് ശങ്കരാചാര്യർ പരിതപിക്കുന്നു. മംഗളശ്ലോകം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹി. ഓം ശാന്തി ശാന്തി ശാന്തി. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം തത്സത്. ഇനി 10-ാമത്തെ ശ്ലോകവുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.